എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ വളരെ ശ്രദ്ധിക്കേണ്ട വളരെ ഗൗരവമായിട്ടുള്ള ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു ഇത്തിരി സമയം ഉള്ള സമയത്ത് തന്നെ, അതായത് എനിക്ക് സമയം ഇപ്പോൾ ഇല്ല, ലൈവ് തുടങ്ങാനുള്ള സമയമായിട്ടുണ്ട്, എന്നിട്ടും ഞാൻ ആ സമയത്ത് തന്നെ ഈ ഒരു വീഡിയോ ചെയ്യാനായിട്ട് വന്നതെന്ന് വെച്ചാൽ, ഞാൻ വളരെ അവിചാരിതമായിട്ട് ഒരു ഷോർട്ട് വീഡിയോ ആണ്, ഒരു ഷോർട്ട് വീഡിയോ കാണുകയുണ്ടായി. അപ്പോൾ ആ ഒരു ഷോർട്ട് വീഡിയോ കണ്ടപ്പോൾ കാണാനൊക്കെ രസം കാണും. നമ്മൾ ഒന്നും ചിന്തിക്കാതെ ജസ്റ്റ് ഒന്ന് നോക്കുകയാണെങ്കിൽ നമുക്കത് കാണാൻ നല്ല രസമുണ്ടാവും. പക്ഷേ ആ ഷോർട്ട് വീഡിയോ പലരുടെയും ഹൃദയങ്ങളെ കീറി മുറിക്കാനുള്ള സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഷോർട്ട് വീഡിയോകൾ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ നിങ്ങളുടെയൊക്കെ അഭിപ്രായം എന്തായിരിക്കും? നിങ്ങളൊക്കെ ഏത് രീതിയിലായിരിക്കും എൻ്റെ ഈ ഒരു വാക്കിനെ കാണുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്ക് തോന്നിയ കാര്യങ്ങൾ ഞാൻ വളരെ സത്യസന്ധമായിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ പറയാതിരിക്കാൻ നിവർത്തിയില്ല. അപ്പോൾ നിങ്ങൾ ഓർക്കും എന്ത് കാര്യമാണ് പറയുന്നതെന്ന്. അതിലേക്ക് ഞാൻ വരാം. ഇപ്പോൾ നമ്മളൊരു സംഭവം ഇപ്പോൾ ഉണ്ടായിരുന്നല്ലോ, നമ്മുടെ സമാധിയെ സംബന്ധിക്കുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നല്ലോ. അങ്ങനെ അദ്ദേഹത്തിൻ്റെ പറയുന്ന ഗോപൻ സ്വാമിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്തു. പോസ്റ്റ്മോർട്ടം ചെയ്തതിൻ്റെ രാസപരിശോധനയ്ക്ക് അയച്ചതിൻ്റെ റിസൾട്ട് ഒരാഴ്ചയിൽ കൂടുതൽ സമയമെടുക്കും അത് കിട്ടാനായിട്ട്. ഇത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോരുത്തർക്കായിട്ട് അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷേ പ്രാഥമിക പരിശോധനയിൽ ഗോപൻ സ്വാമിയുടേത് ദുരൂഹ മരണമല്ല എന്ന് തന്നെയാണ് പോലീസുകാർ പറയുന്നത്. എന്നാൽ അവർ പറയാതെ പറയുകയും ചെയ്യുന്നുണ്ട്. കറക്റ്റായിട്ട് ഒരു വാർത്ത വരണമെന്നുണ്ടെങ്കിൽ, കറക്റ്റായിട്ട് ഒരു കാര്യം അറിയണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ രാസപരിശോധനയുടെ റിസൾട്ട് കൂടി വന്നാലേ മതിയാകൂ എന്നും പറയുന്നുണ്ട്. അങ്ങനെ ആണെങ്കിൽ പോലും നാളെ 3-നും 4-നും ഇടയ്ക്കുള്ള ആ ഒരു സമയത്ത് ഗോപൻ സ്വാമിയുടെ മൃതദേഹം എന്ന് പറയരുതെന്നാണ് അവരുടെയൊക്കെ ഇത്. എന്നാലും അദ്ദേഹത്തിൻ്റെ ശരീരം നാളെ 3-നും 4-നും ഇടയ്ക്കുള്ള സമയത്ത് സമാധി ഇരുത്താനായിട്ട് തുടങ്ങുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മൾ അവർക്കൊപ്പം നിന്നില്ലെങ്കിലും കുഴപ്പമില്ല. അതൊക്കെ ഓരോരുത്തരുടെയും ഇഷ്ടമാണ്, അല്ലേ? നമ്മളൊക്കെ ഞാൻ ഉൾപ്പെടെ എൻ്റെ ചാനലിൽ വരെ ഘോരം പറഞ്ഞുകൊണ്ടിരുന്നതാണ് അദ്ദേഹത്തിൻ്റെ ബോഡി പുറത്തെടുക്കണം, അത് പോസ്റ്റ്മോർട്ടം ചെയ്യണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ. കാരണം എന്താണെന്ന് വെച്ചാൽ അതിലെന്തെങ്കിലും ഒരു ദുരൂഹതയുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് നമ്മളങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത്, അല്ലാതെ അത് ആഘോഷമാക്കിയല്ല പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ അപ്പോഴും പറയേണ്ട ഒരു കാര്യമാണ്, ആ വീട്ടുകാർ ആ സമയങ്ങളിലെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നത് അങ്ങനെയെല്ലാം സമാധി തന്നെയാണ് എന്ന്. അപ്പോൾ നമുക്ക് ഒരു വ്യക്തത വരാത്തൊരു സംഭവം എന്ന് വെച്ചാൽ, വയ്യാണ്ടിരുന്ന ആ ഒരു മനുഷ്യൻ തന്നെത്താനേ നടന്നു ചെന്ന് അവിടെ പോയി ഇരുന്ന് സമാധിയായി എന്ന് പറഞ്ഞതിലാണ് നമുക്കൊരു അവ്യക്തത തോന്നിയത്. അതുമാത്രമല്ല, സമാധിയാവാനിരിക്കുന്നതിന് മുമ്പായിട്ട് ഭക്ഷണവും മെഡിസിനും കഴിച്ചു എന്ന് പറഞ്ഞതിൽ നമുക്കൊരു അവ്യക്തത തോന്നിയിട്ടുണ്ടായിരുന്നു. ഒരു പക്ഷേ ഭക്ഷണം കഴിച്ചത് മനസ്സിലാക്കാൻ പറ്റും. കാരണം എന്താണെന്ന് വെച്ചാൽ, സമാധിയിലാണെങ്കിൽ പോലും, അതായത് ഈ ഒരു ജന്മത്തിലെ വേഷം ഉപേക്ഷിച്ച് പുതിയൊരു ജീവിതമല്ല. ശരിക്കും പറയുകയാണെങ്കിൽ ദേഹത്തെ ഉപേക്ഷിച്ച് ദേഹി പോകുന്നതിന് മുമ്പായിട്ട് താൻ ഈ ജന്മം ഉപയോഗിച്ചതല്ല, ഈ ജന്മം നമ്മൾ കഴിച്ചിരുന്ന ഭക്ഷണം, അന്നം അവസാനമായിട്ട് അല്പം കഴിക്കണമെന്ന് ഒരുപക്ഷെ അദ്ദേഹത്തിന് ആഗ്രഹം തോന്നിയിട്ടുണ്ടാവാം. ആ ഒരു ആഗ്രഹത്തിൻ്റെ പേരിലായിരിക്കാം അവസാനം ഒരിത്തിരി കഞ്ഞി കുടിച്ചത്. പക്ഷേ അപ്പോഴും നമുക്ക് അങ്ങനെ ആ ഒരു ഭക്ഷണം കഴിച്ചതിനെ നമുക്ക് അങ്ങനെ കണക്കാക്കാൻ പറ്റും. പക്ഷേ നമുക്ക് കണക്കാക്കാൻ പറ്റാത്തൊരു കാര്യമെന്ന് വെച്ചാൽ മെഡിസിൻ എടുത്തതിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മുടെ കയ്യിൽ ഇങ്ങനെയൊക്കെ നമ്മുടെ ഭാഗത്ത് നിന്ന് ചിന്തിച്ച് നമ്മൾ ഒരുപാട് കാട് കയറി പോയിരുന്നു. നമ്മൾ മാത്രമല്ല, പോലീസുകാരാണെങ്കിലും മാധ്യമപ്രവർത്തകരാണെങ്കിലും നമ്മളെല്ലാം ആ ഒരു രീതിയിൽ ചിന്തിച്ചു. ഇപ്പോഴും പറയുന്നു, അദ്ദേഹത്തിൻ്റെ ആന്തരിക പരിശോധനയുടെ റിസൾട്ട് വന്നിട്ടില്ല. അതും കൂടി വന്നു കഴിഞ്ഞാലേ ഇദ്ദേഹത്തിൻ്റെ മരണം ഉള്ളിൽ വല്ല വിഷവും ചെന്നിട്ടാണോ എന്നൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ട് വ്യക്തത വരികയുള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവരുടെ പുറമേയുള്ള പരിശോധനയിൽ
പ്രത്യേകിച്ച് ദുരൂഹത ഒന്നും ഇല്ല എന്ന് തന്നെയാണ് പറയുന്നത്. എന്നാൽ മറ്റൊരു ചാനലിൽ കണ്ടതെന്ന് വെച്ചാൽ തലയുടെ മുകൾ ഭാഗത്ത് കുഞ്ഞൊരു മുറിവ് പോലെ കാണപ്പെട്ടു എന്നും ഇങ്ങനെ പറയപ്പെടുന്നുണ്ട്. അതിലെത്രത്തോളം വാസ്തവം ഉണ്ടെന്ന് നമുക്കറിയില്ല. നമ്മൾ ബാക്കി എല്ലാ ചാനലിലൊന്നും അത് കേട്ടിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ അങ്ങനെ വല്ല എന്തെങ്കിലും സ്ക്രാച്ച് പോലെ തോന്നിയിട്ടുണ്ടെങ്കിൽ മുകൾ ഭാഗത്തുള്ള ആ ഒരു കല്ലറയുടെ മുകൾ ഭാഗത്ത് സ്ലാവ് മൂടുന്ന സമയത്ത് വല്ലതും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആയിരിക്കാം അത്. പക്ഷേ എന്തായാലും നമുക്ക് അറിയാത്ത കാര്യത്തെക്കുറിച്ച് നമ്മളിനി സംസാരിച്ച് പോകുന്നില്ല. അപ്പോൾ ഇതൊന്നുമല്ല, ഇതിപ്പോൾ ഈ ഒരു സംഭവം നടക്കുന്ന ആ ഒരു സമയത്ത് തന്നെ ഈ പറയുന്ന സനന്ദൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ അതായത് ഈ മരണപ്പെട്ട ഗോപൻ സ്വാമിയുടെ മൂത്ത പുത്രൻ സനന്ദൻ ഇതിനെ ഒരു വർഗീയ ലഹളയാക്കി മാറ്റാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അവരുടെ ശിവൻ കോവിലിൻ്റെ തൊട്ട് അടുത്ത് ഇവരുടെ പറമ്പിൽ തന്നെ നാഗത്തറയുണ്ട്. ആ നാഗത്തറയോട് ചേർന്ന് ഒരു മുസ്ലിം സഹോദരൻ്റെ പുരയിടമാണെന്നും അവർക്ക് ആ ഒരു പുരയിടം വിൽക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് അവർക്ക് ഈ ഒരു നാഗത്തറ പൊളിക്കണം എന്നുള്ള പേരിൽ അദ്ദേഹം പറയാറുണ്ടെന്നും അവർ തമ്മിൽ അതിനെ ചൊല്ലി ചെറിയ തർക്കങ്ങളൊക്കെ നിലനിൽക്കുന്നു എന്നൊക്കെയുള്ള കാര്യമൊക്കെ സനന്ദൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു. എല്ലാ ചാനലിലും പറഞ്ഞുകൊണ്ടിരുന്നു. ഒടുവിൽ സനന്ദനും പിന്നെ അതുപോലെ തന്നെ ചില സംഘടനകളൊക്കെ കൂടി ചേർന്ന് പറഞ്ഞു അവിടെ ആ ഒരു പ്രശ്നം കൊണ്ടുവന്നത് മുഴുവനും മുസ്ലിങ്ങൾ ആണ് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ ആ ഒരു വിഷയം അവിടെ ഒതുക്കി തീർത്തു എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഹൈക്കോടതിയുടെ ഉത്തരവ് വന്നു. ഈ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്തേ പറ്റൂ, കല്ലറയിൽ നിന്നും എടുക്കണം എന്നൊക്കെയുള്ള ആ ഒരു ഉത്തരവ് വന്നു. ആ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ പോസ്റ്റ്മോർട്ടവും സംഭവങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ നിങ്ങളിൽ കുറേ പേരെങ്കിലും ചോദിക്കും, ഇതെല്ലാം നമുക്ക് അറിയാവുന്ന കാര്യമല്ലേ, പിന്നെന്തിനാണ് ഇത്തരത്തിൽ ഇങ്ങനെ വളച്ചു കെട്ടി സംസാരിച്ച് പോകുന്നത് എന്ന് ചോദിക്കും. അപ്പോൾ അവിടെയാണ് എൻ്റെ ഈ വീഡിയോയുടെ പ്രസക്തി എന്ന് പറയുന്നത്. അതായത് ഓൾറെഡി സനന്ദൻ പറഞ്ഞു കഴിഞ്ഞു ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് മുസ്ലിമാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ അവർ ആ ഒരു ഫാമിലി എന്ന് പറയുന്നത് അവർ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ പുറമേ നമ്മൾ മനസ്സിലാക്കുന്നത്, പ്രാഥമിക റിപ്പോർട്ടിൽ പറയുന്നത്. അപ്പോൾ ആ ഒരു ഫാമിലി അന്ന് പറഞ്ഞ രീതിയിൽ 2 ചാക്ക് ഭസ്മവും അതിനൊപ്പം കർപ്പൂരവും അതുപോലെ തന്നെ മറ്റ് സുഗന്ധദ്രവ്യങ്ങളും ഒക്കെ ചേർത്തിട്ടാണ് ഇദ്ദേഹത്തെ നെഞ്ചിനൊപ്പം ഇത്രയും സാധനങ്ങൾ ചെയ്താണ് അദ്ദേഹത്തെ അവിടെ സമാധി ഇരുത്തിയതെന്ന് പറഞ്ഞു. ചമ്രം പിടഞ്ഞ രീതിയിലാണ് ഇരുത്തിയിരുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഇതെല്ലാം കറക്റ്റായിട്ടാണ് വന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഫാമിലിക്ക് ഇപ്പോഴും അവർ നിയമപ്രകാരം ഇനി മുന്നോട്ട് പോകും, അവരെ അവഹേളിച്ചതിൻ്റെ പേരിൽ പലരുടെയും പേരിൽ കേസ് ഫയൽ ചെയ്യും എന്നൊക്കെ ഇപ്പോൾ പറയുന്നുണ്ട്. അതെന്തെങ്കിലും ആവട്ടെ, അത് ഒരു പക്ഷേ അവരുടെ പിതാവിനെ അവർ വളരെ ആഗ്രഹപൂർവ്വം സമാധി ഇരുത്തിയപ്പോൾ അതിൽ നിന്നും പുറത്തെടുക്കേണ്ടി വന്നു, കീറി മുറിച്ചപ്പോഴുണ്ടായ ആ ഒരു വേദനയിലായിരിക്കാം അവർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ. പക്ഷേ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ ഒരു തരത്തിലും ഇതിനെ ഒരു ആക്ഷേപഹാസ്യമാക്കി മാറ്റരുത്. അത് ആരായാലും ചെയ്യുന്നത് വൃത്തികേട് തന്നെയാണെന്നേ ഞാൻ പറയുള്ളൂ. ഞാൻ ഒരു തരത്തിൽപ്പെട്ട ജാതിയോ മതമോ വർഗമോ രാഷ്ട്രീയമോ ഒന്നും വെച്ച് സംസാരിക്കുന്ന ഒരാളല്ല. എനിക്ക് എൻ്റേതായിട്ടുള്ള വ്യക്തിത്വമുണ്ട്, എൻ്റേതായിട്ടുള്ള കാഴ്ചപ്പാടുകളുണ്ട്. ഞാൻ ആ ഒരു രീതിയിലാണ് ഞാൻ ഓരോ വിഷയത്തെക്കുറിച്ചും സംസാരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഞാൻ കാണാനിടയായ ഒരു സംഭവം എന്ന് വെച്ചാൽ ഈ പറയുന്ന അദ്ദേഹത്തെ അവഹേളിച്ചുകൊണ്ടുള്ള ഒരു ഷോർട്ട് വീഡിയോ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. ആ ഒരു ഷോർട്ട് വീഡിയോ ഇറക്കിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ കുറച്ച് പ്രായമുള്ളൊരു മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹത്തിന് അത്രയും പ്രായമുള്ള മനുഷ്യൻ വളരെ ഫണ്ണി ആയിട്ടായിരിക്കും, ചിലപ്പോൾ അത് വളരെ തമാശ രൂപത്തിലായിരിക്കും ചെയ്തിട്ടുള്ളത്. പക്ഷേ അത് തമാശയല്ല, അത് ഒരു അവഹേളനമാണെന്ന് കൂടി അദ്ദേഹം മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട്. കാരണം അദ്ദേഹം ഒരു പക്വതയില്ലാത്തൊരു കുട്ടിയല്ല, അദ്ദേഹത്തിന് അത്യാവശ്യം പ്രായമൊക്കെ ഉള്ള ഒരാളാണ്. അപ്പോൾ ഒരു മരണം നടന്ന അല്ലെങ്കിൽ ഒരു മരണപ്പെട്ട ഒരു വ്യക്തിയെക്കുറിച്ചല്ല ഇത്തരത്തിലുള്ള കോമാളിത്തരങ്ങളും കോപ്രായങ്ങളും ഒക്കെ കാട്ടേണ്ടത്. അത് ശരിക്ക് പറഞ്ഞാൽ മരിച്ചുപോയ ആളിനെ അവഹേളിക്കുന്നതിന് തുല്യമാണ്. അദ്ദേഹം 6-7 പേരെയൊക്കെ വെട്ടിയിട്ടുണ്ട്. അത് ഇപ്പോഴല്ല, അത് അദ്ദേഹത്തിൻ്റെ കുറച്ചുകൂടി ചെറുപ്പകാലത്തായിരുന്നു. ചെറുപ്പകാലത്തിൻ്റെ ചോരത്തിളപ്പിൽ അങ്ങനെയുള്ള തെറ്റുകൾ പലരും ചെയ്തിട്ടും ഉണ്ടാവും. പക്ഷേ കുറേ കാലം കഴിയുമ്പോൾ അവർക്ക് മാനസാന്തരപ്പെടാൻ പെട്ടുകൂടായികയില്ല. പിന്നെ ഈ പറയുന്നത് പോലെ
ദൈവികമായ ചിന്തകൾ പിന്നീട് കൂടി വന്നിരിക്കാം. അത് എന്തുകൊണ്ടാണെന്നൊന്നും നമുക്കറിയില്ല. അപ്പോൾ ആ ഒരു സമയത്ത് അത്തരത്തിലുള്ള കാര്യങ്ങളിൽ പണ്ട് ചെയ്തതിന് അയാൾക്ക് ചിലപ്പോൾ പശ്ചാത്താപം ഉണ്ടായിരുന്നിരിക്കാം. പക്ഷേ അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ, ഈ ഗോപൻ സ്വാമിയെക്കുറിച്ച് പറയുമ്പോൾ അയാൾ കൊടും ക്രിമിനലാണെന്ന് എവിടെയും പറയുന്നുണ്ടോ? നിങ്ങൾ പലരും ന്യൂസ് കേട്ടവരും കണ്ടവരുമല്ലേ. പണ്ട് ഇയാൾ ഇങ്ങനെ വെട്ടി എന്നുള്ളതും ആ സമയത്ത് ആ ഒരു ചെറുപ്പ പ്രായത്തിൽ അയാൾ കാണിച്ചിട്ടുള്ള കുറേ പ്രവൃത്തികൾ പറഞ്ഞു എന്നല്ലാതെ ഒരു മാധ്യമങ്ങളും ഒരു പോലീസുകാരും അയാൾ നിലവിൽ ഇപ്പോഴും ക്രിമിനലാണെന്ന് പറയുന്നില്ല. കാരണം അയാളിപ്പോൾ വാർദ്ധക്യത്തിലാണ്, നല്ല പ്രായമുണ്ട് അയാൾക്ക്. അപ്പോൾ നല്ലൊരു പ്രായം ഉള്ള ഒരാൾ, ഒരു സന്യാസ ജീവിതം പോലെ നയിച്ചുകൊണ്ടിരുന്ന ഒരാൾ, അയാൾ മരണപ്പെട്ടു കഴിഞ്ഞു. അയാളെ കൊണ്ട് മറ്റാർക്കും ഇപ്പോൾ നിലവിൽ ഒരു തരത്തിലുള്ള നിലവിൽ ഉപദ്രവങ്ങളുമില്ല. അപ്പോൾ ആ ഒരു മരണപ്പെട്ട് കഴിഞ്ഞ മനുഷ്യനെ കുറിച്ചിട്ട് അപവാദങ്ങൾ അല്ലെങ്കിൽ ആക്ഷേപഹാസ്യങ്ങൾ, അദ്ദേഹം മരിച്ചിട്ട് കുറച്ച് ദിവസങ്ങൾ മാത്രമേ ആയുള്ളൂ. അഥവാ ഈ ഒരു വീഡിയോ ആ ഒരു വീട്ടുകാർ കാണുവാനിടയാകുകയാണെങ്കിൽ അവർക്കത് എന്തുമാത്രം വേദനയുണ്ടാക്കും. അതൊക്കെ ഒന്ന് ചിന്തിക്കണ്ടേ നമ്മളൊരു കാര്യം ചെയ്യുമ്പോഴത്തേക്ക്. മരിച്ചുപോയ മനുഷ്യനെ കുറിച്ചിട്ട് അല്ല നമ്മൾ ആക്ഷേപങ്ങൾ കാണിക്കേണ്ടത്, ജീവിച്ചിരിക്കുന്ന മനുഷ്യരെ കുറിച്ചിട്ടാണ് അല്ലേ. നമ്മൾ അന്ന് ഈ ഒരു വിഷയങ്ങളൊക്കെ കേട്ടപ്പോൾ ആ ഒരു വീട്ടുകാരെ കുറിച്ചൊക്കെ ഒരുപാട് നമ്മൾ സംസാരിച്ചു, ഞാൻ ഉൾപ്പെടെ ഒരുപാട് സംസാരിച്ചു. പലതും പറഞ്ഞ് നമ്മൾ അവരെ കളിയാക്കി. പക്ഷേ അപ്പോഴും നമ്മൾ കളിയാക്കിയത് ആ ഒരു മരിച്ചുപോയ മനുഷ്യനെ അല്ല, നമ്മൾ അവരുടെ മക്കളെയും ഫാമിലിയെയും ആ അമ്മയെ ഉൾപ്പെടെ നമ്മൾ പറഞ്ഞു, പരിഹസിച്ചു ഒക്കെ ചെയ്തു, ഈ ഞാൻ ഉൾപ്പെടെ. പക്ഷേ ആ മരിച്ചു പോയ ആ ഒരു ശരീരത്തെ നമ്മൾ അപ്പോഴും ഒന്നും പറഞ്ഞിട്ടില്ല. ഇതിനെ എങ്ങനെ കൊന്നതാണോ അല്ലാത്തതാണോ എങ്ങനെ മരണപ്പെട്ടു എന്നതിൽ മാത്രമായിരുന്നു നമുക്കൊക്കെ തർക്കവും സംശയങ്ങളും ഉണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും എന്നെ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ പ്രേരിപ്പിച്ച ആ ഒരു വീഡിയോ എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. വീട്ടിൽ വന്ന മരുന്ന് ഗുളിക അച്ഛന് BP ഷുഗറുണ്ട്. BPക്കുള്ള ഗുളികയും കഴിച്ചു. ഇതിനെല്ലാം കഴിച്ച് പിന്നെ ഇൻസുലിനൊക്കെ വെച്ചതിന് ശേഷമാണ് അച്ഛൻ കഞ്ഞിയൊക്കെ കുടിച്ച് സമാധിയാവാൻ പോകുന്നതെന്ന് വന്നതിന് ശേഷമാണ് അവിടെ നിന്ന് വന്നത്. എങ്കില് പ്രഷറിന്റെയും ഷുഗറിന്റെയും ഗുളിക എടുത്തോ, കഞ്ഞി എടുത്തോ? അതൊക്കെ ശരിയാണ്, വേഗം എടുത്തോ കഞ്ഞി. ഞാന് സമാധിയാകാൻ പോവാണ്. അയ്യോ, എപ്പോഴാണ് സമാധി? സമാധി കഞ്ഞി കുടിച്ച് ഗുളിക കുടിച്ച് പിന്നെ സണ്ണി ലിയോന്റെ ഒരു സിനിമയും കൂടി കാണണമെന്ന് ആഗ്രഹമുണ്ട്. അത് കണ്ടു വന്ന് വൈകുന്നേരം ആവും. അതെന്താ 5 മാസം കഴിഞ്ഞിട്ട് സണ്ണി ലിയോന്റെ പുതിയ സിനിമ ഇറങ്ങുന്നുണ്ടോ? വീട്ടിൽ വന്ന മരുന്ന് ഗുളിക അച്ഛന് BP ഷുഗറുണ്ട്. BPക്കുള്ള ഗുളികയും കഴിച്ചു. ഇതിനെല്ലാം കഴിച്ച് പിന്നെ ഇൻസുലിനൊക്കെ വെച്ചതിന് ശേഷമാണ് അച്ഛൻ കഞ്ഞിയൊക്കെ കുടിച്ച് സമാധിയാവാൻ പോകുന്നതെന്ന് വന്നതിന് ശേഷമാണ് അവിടെ നിന്ന് വന്നത്. ഈ ഒരു വീഡിയോ കണ്ടിട്ട് അട്ടഹസിച്ച് ചിരിക്കുന്ന ആളുകളും എൻജോയ് ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷേ എനിക്ക് ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ ഒരുപാട് പുച്ഛമാണ് എനിക്ക് തോന്നിയത്, പുച്ഛം മാത്രമാണ് തോന്നിയത്. കാരണം നമ്മൾ മരണപ്പെട്ട ഒരു വ്യക്തിയല്ല ഇത്തരത്തിൽ കളിയാക്കേണ്ടത്. നമ്മൾ ഈ ഒരു പല വീഡിയോകളും കണ്ടിട്ടുണ്ടായിരുന്നു, പല ചാനലുകളിലും ഈ ഒരു മനുഷ്യനെക്കുറിച്ച് പറയുന്നുണ്ടായിരുന്നു. ഈ മനുഷ്യനെക്കുറിച്ചിട്ടല്ല, ഈ മരണപ്പെട്ട ഗോപൻ എന്ന് പറയുന്ന ആ ഒരു സ്വാമി എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ പലരും പറയുന്നത് ഗോപൻ്റെ മക്കൾ ഇത്തിരി തരികടയാണെങ്കിലും ഗോപൻ ഡീസൻ്റ് ആണ് എന്ന് പറയുന്നവരും ഉണ്ട്. അല്ലാതെ തന്നെ ഈ ഗോപൻ ചെറുപ്പത്തിൽ ആളുകളെയൊക്കെ വെട്ടിയ ചരിത്രത്തെക്കുറിച്ചിട്ടൊക്കെ പറയുന്നുമുണ്ട്. പക്ഷേ ഇതിപ്പോൾ അയാൾക്ക് പ്രായമായി, അയാൾ സന്യാസികളെ പോലെ ഒരു സന്യാസ ജീവിതമാണ് ആ ഒരു ഫാമിലി അവിടെ നയിക്കുന്നത് എന്നാണ് പറയുന്നത്. അവർ മീനോ ഇറച്ചിയോ മുട്ട അങ്ങനെ ഒന്നും മേടിക്കുന്നില്ല, അവർ പ്യുവർ വെജിറ്റേറിയൻ ആണെന്ന് പറയുന്നു. അവർ തന്നെ പറയുന്നു അവരുടെ വീട് അതൊരു വീടല്ല, ഞങ്ങളിത് ഒരു ഏതാണ്ട് പറയല്ലോ ഒരു ആശ്രമം പോലെയാണ് ഞങ്ങളിവിടെ കഴിയുന്നത് എന്നൊക്കെ പറയുന്നു. അതെന്തെങ്കിലും ആവട്ടെ, അതേക്കുറിച്ചൊന്നും നമുക്ക് അറിയണ്ട. പക്ഷേ ഇത് വളരെ മ്ലേച്ഛമായിട്ടുള്ള ഒരു കാര്യമാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു മരണപ്പെട്ട വ്യക്തി, നമ്മൾ താമസിക്കുന്നത് ഇന്ത്യ എന്ന് പറയുന്ന ഒരു മഹാരാജ്യത്താണ്. നമ്മുടെ രാജ്യത്തിന് അതിൻ്റേതായിട്ടുള്ള പവിത്രതയൊക്കെ ഉണ്ട്. പ്രത്യേകിച്ച് കേരളത്തിൽ, ഇന്ത്യ എന്നുള്ള ആ ഒരു ഭാഗം അങ്ങ് വിട്ടിട്ട് പോയാലും നമ്മൾ കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ കേരളത്തിനൊരു പാരമ്പര്യമുണ്ട്. ഒരു മരണപ്പെട്ടു പോയ വ്യക്തിയെ, അയാൾ എത്ര ഫ്രോഡായി കഴിഞ്ഞാലും മരിച്ചുപോയ വ്യക്തിയെ ഇമാതിരി അവഹേളനം നടത്തുന്നത് ശരിയല്ല. പിന്നീട്
സനന്ദൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ മകൻ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മുസ്ലിങ്ങളാണ് ഞങ്ങളുടെ പ്രശ്നങ്ങളെ ഏറ്റവും ഇങ്ങനെ ആക്കിയത്, ഈ രീതിയിലൊക്കെ കൊണ്ടെത്തിച്ചത് അവരാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു തരത്തിലുള്ള ഒരു കാര്യം ഇങ്ങനെ സനന്ദൻ്റെ വായിൽ നിന്ന് വീഴുമ്പോൾ, സനന്ദൻ ഇത്തരത്തിലുള്ളൊരു പ്രസ്താവന ഇറക്കുമ്പോൾ പിന്നീട് അതിനെ ഊട്ടിയുറപ്പിക്കുന്ന രീതിയിലുള്ള ഇത്തരത്തിലുള്ള വീഡിയോകൾ ഇറങ്ങുന്നത് ഒട്ടും ശരിയായിട്ടുള്ള കാര്യമല്ല. ഇത്രയും പ്രായമുള്ള ആളുകളൊക്കെ ഇതുപോലെ തീരെ പക്വതയില്ലാത്തതുപോലെയൊക്കെ പെരുമാറുന്നത് കാണുമ്പോൾ കഷ്ടം തന്നെയാണ് തോന്നുന്നത്. പിന്നെ പറയേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ, ഇതിൻ്റെ ലാസ്റ്റ് ഭാഗത്ത് അദ്ദേഹം പറഞ്ഞൊരു കാര്യം, കഞ്ഞി കുടിക്കണം, എന്താണ് പ്രഷറിൻ്റെയും ഗുളികയുടെയും ഞാൻ സമാധി ഇരിക്കാൻ പോവുകയാണ്, പ്രഷറിൻ്റെയും BP-യുടെയും ഗുളിക എടുത്തോളൂ, ഇനി സണ്ണി ലിയോണിൻ്റെ ഒരു സിനിമയും കാണണം എന്ന് പറഞ്ഞു. ഇതിൽ എവിടെയാണ്, എന്തിനായിരുന്നു ആ അവസാനം പറഞ്ഞ ആ ഒരു വാക്കെങ്കിലും നിങ്ങൾക്ക് ഒഴിവാക്കാമായിരുന്നു. നിങ്ങൾ കാണിക്കുന്ന ഈ കോപ്രായങ്ങൾ കണ്ടിട്ട് ചിലപ്പോൾ നിങ്ങളെ സബ്സ്ക്രൈബേഴ്സൊക്കെ ചിരിക്കുന്നുണ്ടായിരിക്കും. അവർ ചിരിച്ചും അട്ടഹസിച്ചും ഒക്കെ വീഡിയോ ചെയ്യുന്നുണ്ടായിരിക്കും, കമൻ്റ് ഇടുന്നുണ്ടായിരിക്കും. പക്ഷേ നിങ്ങൾ ഈ പറയുന്ന ഗോപൻ സ്വാമിയെ എവിടെയെങ്കിലും നിങ്ങൾ ഒരു സ്ത്രീ ലംബടനാണെന്ന് ആരെങ്കിലും പറഞ്ഞ് നിങ്ങൾ ന്യൂസുകളിൽ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടായിരുന്നോ? പിന്നെന്തിനാണ് അവസാനം ഈ സണ്ണി ലിയോണിൻ്റെ ഒരു വിഷയം കൂടി അതിനകത്ത് കൊണ്ടുവന്നിട്ടത്? അപ്പോൾ നിങ്ങളൊക്കെ ദയവ് ചെയ്ത് പറയാനുള്ളൊരു കാര്യമെന്ന് വെച്ചാൽ, വർഗീയത നിങ്ങൾക്ക് ഓരോരുത്തർക്കും ബാധകമാണ്. ഇങ്ങനെ വർഗീയത ഉണ്ടാക്കുന്ന രീതിയിലുള്ള പ്രവൃത്തികൾ നിങ്ങളെപ്പോലുള്ള മുതിർന്ന ആളുകളിൽ നിന്നും ഉണ്ടാകാതിരിക്കുക. നിങ്ങൾ ഒരാൾ ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള പിള്ളേർ അത്രയും ഇതിനെ അനുകരിക്കും. എന്തിനാണ്? അപ്പോൾ ഈ ഒരു ഫാമിലിയിൽപ്പെട്ട ആളുകൾ, അതായത് ആ മരിച്ചുപോയ ആളുടെ മക്കൾക്കൊക്കെ അത് കാണുമ്പോൾ വളരെ വിഷമം തോന്നും. അവർ തിരിച്ച് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഒരു തെറ്റും പറയാനില്ല. ഇങ്ങനെയൊക്കെയാണോ കാണിക്കേണ്ടത്? നിങ്ങൾക്ക് ഒരു പക്വതയുള്ള ഒരു മനുഷ്യനല്ലേ നിങ്ങൾക്ക് പ്രായമില്ലേ? നിങ്ങളുടെ പ്രായമെങ്കിലും നിങ്ങൾക്ക് ഓർക്കണ്ടേ? നിങ്ങളിടയ്ക്ക് വെച്ച് ഹണി റോസിൻ്റെ വിഷയം വന്നപ്പോഴത്തേക്ക് നിങ്ങൾ ഇതുപോലെ ഒരു ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ എൻജോയ് ചെയ്താണ് കണ്ടത്. കാരണം അത് വളരെ രസകരമായ രീതിയിലാണ് നിങ്ങൾ ചെയ്തത്. പക്ഷേ അതുപോലെയല്ല ഇത് മരിച്ചുപോയ ഒരു മനുഷ്യനാണ്. മരണപ്പെട്ടു പോയ ഒരു മനുഷ്യൻ്റെ ശരീരത്തോട് ഇങ്ങനെ അനാദരവ് കാണിക്കാനാണോ നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കുന്നത്? അത് തെറ്റ് തന്നെയാണ്. തെറ്റ് ആര് ചെയ്തു കഴിഞ്ഞാലും ഒരിക്കലും അതിനെ അംഗീകരിക്കാനാവില്ല. പിന്നീടുള്ളൊരു കാര്യമെന്ന് വെച്ചാൽ, നിങ്ങളിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നു. ഈ ഒരു വീഡിയോ ഒക്കെ കണ്ടിട്ട് ഈ പറയും പോലെ അന്ന് അവിടെ ആ ഒരു സമാധി സ്ഥലത്ത് പോലും ഹിന്ദു ഐക്യവേദിയിലുള്ള ആളുകളും ഇവരും ഒക്കെ ഉണ്ടായിരുന്നു. മുസ്ലിങ്ങൾ പ്രശ്നമുണ്ടാക്കാൻ വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഒരു സംസാരവും ചർച്ചകളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇത്തരത്തിലുള്ള വീഡിയോകൾ കാണിച്ച് മറ്റുള്ളവരെ പ്രലോഭിപ്പിക്കരുതേ എന്നൊരു അപേക്ഷ കൂടി ഞാൻ ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങളോട് പറയുകയാണ്. കഷ്ടം തോന്നുന്നു. കഷ്ടം മാത്രമല്ല, വളരെയധികം പുച്ഛം തോന്നുന്നു. ഇത്രയും പ്രായമായിട്ടും ശരിക്കും നിങ്ങൾ ഇട്ട വീഡിയോയിൽ, എന്നാൽ നിങ്ങൾക്ക് അവസാനത്തെ ആ ഒരു ഹണി റോസ് എന്ന് പറയുന്ന ആ ഒരു ഹണി റോസ് അല്ല, ആ ഒരു സണ്ണി ലിയോൺ എന്ന് പറയുന്ന ആ ഒരു വാക്കെങ്കിലും നിങ്ങൾക്ക് ഒഴിവാക്കാമായിരുന്നു. അപ്പോൾ ആ മരിച്ചുപോയ മനുഷ്യനെ നിങ്ങൾ അത്രയേറെ അപമാനിക്കുകയാണ് ചെയ്തത്. തെറ്റ് ആര് ചെയ്താലും തെറ്റ് തന്നെയാണ്. അതിനെ ഒരിക്കലും ന്യായീകരിക്കാനോ മാപ്പ് തരാനോ പറ്റില്ല. അത് ആർക്കാണെങ്കിലും ദയവ് ചെയ്ത് സമൂഹത്തോട് പറയാനുള്ള ഒരു കാര്യമാണ്, ഇതുപോലെ ഇമ്മാതിരി വൃത്തികെട്ട ട്രോളുമായിട്ട് ആരും ഇറങ്ങാതിരിക്കുക. മരണപ്പെട്ടു പോയവരെ ഒരു പക്ഷേ അവരുടെ വിശ്വാസങ്ങളും കാര്യങ്ങളും കൊണ്ട് അവർക്ക് അദ്ദേഹത്തെ മരണപ്പെട്ടു എന്ന് വിശ്വസിക്കാനായിട്ട് സാധിക്കുന്നില്ല. അതുകൊണ്ട് അവർ സമാധിയിരിക്കുന്നു എന്നുള്ള ആ ഒരു ഇതിലാണ് ഇവർക്ക് സങ്കടമോ കരച്ചിലോ ഒന്നും വരാത്തത്. കാരണം സമാധിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് അത്രയും പവിത്രമായ രീതിയിലാണ് അതായത് മക്ബറയ്ക്കുള്ളിൽ നിങ്ങൾ പുണ്യ ശരീരത്തെ സംരക്ഷിക്കുന്നത് പോലെ, അല്ലെങ്കിൽ ഒരു മക്ബറ എന്ന് പറയുമ്പോൾ നിങ്ങളതിനെ ഒരുപാട് പ്രാധാന്യം കൽപ്പിക്കുന്നു ഇല്ലേ? അത് എത്ര പവിത്രമായാണ് നമ്മളതിനെ കാണുന്നത്. നിങ്ങൾ മാത്രമല്ല, നമ്മളും അതിനെ കാണുന്നത് അത്രയും പവിത്രതയോടു കൂടിയാണ്. അതുപോലെ തന്നെയാണ് ഓരോ സമാധിയെയും കാണേണ്ടത്. ശ്രീനാരായണ ഗുരുവിൻ്റെ സമാധി നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഓരോ സമാധികളെയും അങ്ങനെയാണ് കാണുന്നത്. പക്ഷേ ഇവിടെ ഈ ഒരു ഫാമിലി ചെയ്തൊരു തെറ്റെന്ന് പറഞ്ഞാൽ, ഈ ഒരു മനുഷ്യൻ മരണപ്പെട്ടപ്പോൾ ആ ഒരു സമാധി മണ്ഡപത്തിനുള്ളിൽ അദ്ദേഹത്തെ ഇരുത്തേണ്ടിയിരുന്നത് മതപണ്ഡിതന്മാരെയും മറ്റ് ആചാര്യന്മാരെയൊക്കെ കൊണ്ടുവന്നിട്ട് ഭക്തി ആദരപൂർവ്വം നാട്ടുകാരെയും എല്ലാവരെയും ക്ഷണിച്ചിട്ട് എല്ലാവരുടെയും സാന്നിധ്യത്തിലായിരുന്നു ഇത് ചെയ്യേണ്ടിയിരുന്നത്. അങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ അത് എല്ലാവരും അംഗീകരിച്ചാനേ. അത് മാത്രമല്ല, ഇപ്പോൾ കുത്തിയിളക്കി
കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ട അവസ്ഥ കൂടി വരില്ലായിരുന്നു. ആ ഒരു വീഴ്ച ആ ഒരു വീട്ടുകാർക്ക് സംഭവിച്ചു. അതിൻ്റെ പിന്നിലെ കാര്യമെന്ന് പറഞ്ഞാൽ അവരുടെ സഹോദരൻ മരിച്ച സമയത്ത് ഒരു മകനുണ്ടായിരുന്നു എന്ന് പറയുന്നു. മരിച്ച ഒരു സമയത്ത് ആ പുള്ളിക്കാരൻ്റെ ബോഡി ഇതുപോലെ സമാധി ഇരുത്തണം എന്ന് ഇവർ പറഞ്ഞ സമയത്ത് നാട്ടുകാരൊക്കെ എതിർത്തു. അങ്ങനെ പിന്നീട് പുറത്ത് കൊണ്ടുപോയി കുഴിച്ചിടേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടായിരിക്കും ഇതും മറ്റുള്ളവരറിഞ്ഞ് എതിർത്ത് കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല എന്ന് തോന്നിക്കാണും. അതുകൊണ്ടായിരിക്കും ഇവരിങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ അറിയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ രാസപരിശോധന വരുമ്പോൾ ഇദ്ദേഹം എന്തെങ്കിലും ഉള്ളിൽ ചെന്നിട്ടാണോ മരിച്ചത്, അതേ മരിച്ചതിന് ശേഷം അവിടെ കൊണ്ടുവന്നിരുത്തി സമാധി കണക്കാക്കി വെച്ചതാണോ, അതേ മരിക്കാറായപ്പോൾ ഇയാളെ തൂക്കിയെടുത്തുകൊണ്ട് വന്ന് അവിടെ ഇരുത്തി അങ്ങനെ ആക്കിയതാണോ എന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ രാസപരിശോധനയുടെ റിസൾട്ട് വന്നാലേ പറ്റൂ. അതിന് നമ്മളിങ്ങനെ കിടന്ന് ട്രോളിറക്കിയും റീൽസ് ചെയ്തും വെറുതെ അവരുടെ ഹൃദയങ്ങളെ വേദനിപ്പിക്കാതിരിക്കുക. അത് മാത്രമല്ല മതസ്പർദ്ധ ഉണ്ടാക്കാതിരിക്കുക. അത്തരത്തിലുള്ള പ്രവൃത്തികൾ നമ്മൾ ഓരോരുത്തരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഈ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ തീർച്ചയായും കമൻറ്റ് ചെയ്യണം. ആ ഒരു കാര്യത്തിൽ ഞാൻ നിർബന്ധിച്ച് പറയുക തന്നെയാണ്. അപ്പോൾ എന്തായാലും ഇനി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ഓരോരുത്തരും ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ കേരളത്തിൻ്റെ സമാധാനം കുറച്ചുകൂടി നിലനിൽക്കും എന്നേ എനിക്ക് ഈ ഒരു കാര്യത്തിൽ പറയാനുള്ളൂ. ഇതുപോലെ പക്വതയില്ലാത്ത പ്രവൃത്തികൾ നിങ്ങൾ ഓരോരുത്തരും കാണിക്കാതിരിക്കുക.